ശ്രീകൃഷ്ണ ഭഗവാന്റെ അദ്ഭുത പ്രവൃത്തികൾ കണ്ട ഗോപന്മാർ നന്ദഗോപനോട് ഇപ്രകാരം ചോദിച്ചു: ഹേ ഗോപരാജാവേ, ഇത്രയും വലിയ പർവ്വതം എടുത്തുയർത്തിപ്പിടിക്കാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ശക്തി ലഭിച്ചത്? അങ്ങും യശോദാദേവിയും വെളുത്ത നിറമുള്ളവരാണ്, എന്നാൽ കൃഷ്ണൻ ശ്യാമവർണ്ണനാണ്. ഇത് ഒരു സാധാരണ കാര്യമല്ലല്ലോ. കൃഷ്ണനെ കാണുമ്പോൾ ഒരു മഹത്വമുള്ള ക്ഷത്രിയ ബാലനെ പോലെ തോന്നുന്നു. ഇതിന്റെ രഹസ്യം നിങ്ങൾ ഞങ്ങളോട് വെളിപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങളെ ഈ കുലത്തിൽ നിന്ന് പുറത്താക്കേണ്ടിവരും. ഗോപന്മാരുടെ കടുത്ത ചോദ്യങ്ങൾ കേട്ടപ്പോൾ യശോദാദേവി ഭയത്താൽ വിറച്ചുനിന്നു. എന്നാൽ കോപാകുലരായ ഗോപന്മാരോട് നന്ദഗോപൻ ഗർഗമുനി അന്ന് പറഞ്ഞ കാര്യങ്ങൾ വിശദമായി അവരോട് വെളിപ്പെടുത്തി. ശ്രീകൃഷ്ണൻ ആ നാമം നൽകിയത് ഗർഗ മഹർഷിയാണെന്നും വാസുദേവൻ എന്ന നാമവും ആ ബാലനുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഭഗവാനാണെന്നും കംസാദികളെ വധിച്ച് ഭൂഭാരം തീർക്കാനും ഭക്തരെ രക്ഷിക്കാനുമാണ് ഭഗവാൻ ശിശുവായി അവതരിച്ചതെന്നും ഗർഗ മഹർഷി അരുൾ ചെയ്തതായി നന്ദഗോപൻ കൂട്ടിച്ചേർത്തു. ഇത്രയൊക്കെ നന്ദഗോപൻ വിവരിച്ചിട്ടും ഗോപന്മാരുടെ സംശയം മാറിയില്ല.